പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനൊരു പ്ലെയിൻ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് അതിൽ ഡിസൈൻ ചെയ്തെടുത്ത ഒരു കുർത്തി മെറ്റീരിയലാണ്. ഇതിൽ ഞാൻ വെച്ചിരിക്കുന്നത് ലേസ് ഫ്ലവേഴ്സാണ്. അത് ലേസ് ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചതാണ്. അതിന് ചുറ്റും ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ലേസ് ഫ്ലവേഴ്സിൻ്റെ അതേ കളറിലെ മെറ്റീരിയൽ വെച്ചിട്ട് ഇതിൻ്റെ നെക്കിൽ ത്രെഡ് പൈപ്പിംഗ് ചെയ്യുന്നതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ത്രെഡാണിത്. പൈപ്പിംഗ് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ക്യാൻവാസ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്ത് എടുത്തതിന് ശേഷം പൈപ്പിംഗ് ചെയ്യാം, അല്ലാതെ ക്യാൻവാസ് ഇല്ലാതെയും ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ക്യാൻവാസ് വെച്ച് നെക്ക് ഡിസൈൻ ചെയ്തതിന് ശേഷം പൈപ്പിംഗ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നെക്ക് ക്യാൻവാസ് വെച്ച് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് വീണ്ടും ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല. ഇതിൽ മെയിനായിട്ട് നെക്കിൽ ത്രെഡ് പൈപ്പിംഗ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ക്യാൻവാസ് വെച്ചിട്ട് നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കർവ്ഡ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പൈപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നാലേ അത് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വളച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തുണി ഇതുപോലെ ഇട്ടിട്ട് ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു 2 ഇഞ്ച് വിഡ്ത്തിലുള്ള ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 2 ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. എന്നാലേ നമുക്ക് വേണ്ട ലെങ്ത്തിൽ ക്രോസ് പീസ് കിട്ടുള്ളൂ. ക്രോസ് പീസ് നമുക്ക് 2 തരത്തിൽ ജോയിൻ ചെയ്യാം. ഒന്നുകിൽ ഈ ആംഗിൾ പോലെയുള്ള ഭാഗം കട്ട് ചെയ്യാതെ ജോയിൻ ചെയ്യാൻ പറ്റും. ഞാനിതിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ആംഗിൾ പോലത്തെ സൈഡ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാൻ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. എന്താ, അപ്പോൾ ഇതുപോലെ 2 തുണിയുടെ നല്ല വശങ്ങൾ ചേർത്ത് വെക്കണം. എന്നിട്ട് ഈ കാണുന്ന സൈഡിലേക്ക് കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഞാനത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോർണർ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇത് നിവർത്തുമ്പോൾ നമുക്ക് നല്ല ലെങ്ത്തിലുള്ള ഒരു ക്രോസ് പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ജോയിൻ്റ് ഭാഗം ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഈ ത്രെഡ് വെച്ചിട്ട് പൈപ്പിംഗ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ത്രെഡ് ഈ തുണിയുടെ സെൻറ്ററിൽ കൂടി വെച്ചിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം ആ ത്രെഡിൻ്റെ സൈഡിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ത്രെഡ് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫൂട്ടാണ് ഉപയോഗിക്കുന്നത്. സിംഗിൾ ലൈൻ വരുന്ന ഫൂട്ടാണിത്. അപ്പോൾ ഇത് മാറ്റിയിട്ടതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇനി നമ്മൾ ആ ക്രോസ് പീസിൻ്റെ നടുക്കായിട്ട് ആ ത്രെഡ് വെച്ചതിന് ശേഷം നമ്മൾ ആ 1 ലൈൻ ഫൂട്ട് ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ കൂടി ആ ത്രെഡിൻ്റെ സൈഡിൽ കൂടി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എപ്പോഴും ഓരോ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുമ്പോഴും അത് കറക്റ്റാക്കി വെച്ചിട്ട് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതപ്പോൾ നമ്മൾ പൈപ്പിംഗ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ത്രെഡിൻ്റെ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ വേറൊരു കളറ് ത്രെഡ് കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ത്രെഡ് അവിടെ നല്ല ഉറപ്പിൽ നിന്നോളൂ. അതിന് ശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ അതിൻ്റെ സൈഡിൽ ബാക്കി വരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ, അതിങ്ങനെ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് നെക്കിൽ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്ത ആ പൈപ്പിംഗ് നോക്കാം. അതിൻ്റെ ഒരു ഭാഗത്ത് ചെറുതായിട്ട് തുണിയൊക്കെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ഭാഗം ഉണ്ടാവും. അത് ഈ നെക്കിൻ്റെ തൊട്ടടിയിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്തെടുക്കുക. അപ്പോൾ പറയിൽ നല്ല നീറ്റായിട്ടുള്ള ഭാഗമാണ് കിട്ടുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാം. അതിന് ശേഷം നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ വെച്ചിട്ട് സൈഡിൽ കൂടി നമുക്ക് ആ
1 ലൈൻ ഫൂട്ട് തന്നെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ല, ഞാനത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ എന്താ ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും, കണ്ടില്ലേ. ഇനി നമുക്ക് ആ ബാക്ക് ഭാഗം ഒന്നും കൂടി അവിടെ നല്ല വൃത്തിയിലിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കുറച്ച് സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ പൈപ്പിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.